നമസ്കാരം. മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആക്ഷൻ, അത് ആക്ഷൻ അല്ല, പിണറായി വിജയൻ ബ്രണ്ണൻ കോളേജിൽ കാണിച്ചതുപോലെയുള്ള ആക്ഷൻ അല്ല, ഒരു ആക്ഷൻ, അതെല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടതാണ്. കാരണം വി ഡി സതീശൻ്റെ ആ ഒരു ചിരിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭാവവും ഒക്കെ എല്ലാവരെയും ഒരുപാട് ആകർഷിച്ചതാണ്. അത് വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വാഹനങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു സതീശൻ്റെ ആ ആക്ഷൻ. അത് ഒരുപാട് പേർക്ക് അത് വളരെ ഇഷ്ടപ്പെട്ടതാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേർക്ക്. ഇതേക്കുറിച്ച് ശങ്കു ടി ദാസ് ഇതിനെ എതിർത്തുകൊണ്ട് ചില ചോദ്യങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പ് ഞാനൊന്ന് വായിക്കാം. എല്ലാവരും പൂക്കി സതീശൻ്റെ ചിരിയെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ ഞാൻ ആകെ കണ്ടത് അതിനുശേഷമുള്ള വാചകങ്ങൾ പറയുമ്പോഴുള്ള അയാളുടെ ശരീരഭാഷയാണ്. പ്രത്യേകിച്ചും ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ് എന്ന് പറയുന്ന സമയത്ത് മൂപ്പര് കാണിച്ച പ്രത്യേക ആക്ഷൻ. എയർ കോട്ട്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മൾ സ്വയം വിശ്വസിക്കാത്ത എന്നാൽ പൊതുബോധത്തിൽ വളരെ പ്രബലമായ ചില ധാരണകളെ സർക്കാസ്റ്റിക് ആയി ഉദ്ധരിക്കുമ്പോൾ പരിഹാസം സൂചിപ്പിക്കാൻ രണ്ട് കൈയിലെയും രണ്ട് വിരലുകൾ ഉയർത്തിക്കൊണ്ട് അന്തരീക്ഷത്തിൽ ഒരു കൊട്ടേഷൻ മാർക്ക് അഥവാ ഡബിൾ ഇൻവെർട്ടഡ് കോമ വരയ്ക്കാറുണ്ട് ഇംഗ്ലീഷ് പറയുന്നവർ. ആ ശൈലിയിൽ നിന്നാണ് എയർ കോട്ട്സ് അഥവാ ഫിംഗർ കോട്ട്സ് എന്ന പ്രയോഗം ഉടലെടുക്കുന്നത്. രത്നചുരുക്കത്തിൽ അവനവന് വ്യക്തിപരമായി യാതൊരു മതിപ്പുമില്ലാത്ത സോ കോൾഡ് സാമൂഹിക സ്ഥാപിത ബോധങ്ങളെ ഒരാൾ പ്രതിപാദിക്കുമ്പോൾ അയാളുടെ ശരീരം സ്വമേധയാ അവലംബിക്കുന്ന നിഷേധ പ്രകടനമാണ് ആ ശരീരഭാഷ എന്ന് പറയാം. ആ ശരീരഭാഷയിലാണ് സതീശൻ ജനാഭിലാഷങ്ങളെ യാഥാർത്ഥ്യമാക്കാനാണ് ഞങ്ങളൊക്കെ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ കൈകൾ ആകാശത്തേക്ക് ഉയർത്താതെ തന്നെ അയാൾ ഒരു എയർ കോട്ട് ഇടുന്നുണ്ട്. ഇപ്പറയുന്ന ആശയത്തോട് എനിക്ക് പരമപുച്ഛമാണെന്ന് വ്യക്തമാക്കുന്ന മട്ടിലൊരു ആംഗ്യവിക്ഷേപം അദ്ദേഹത്തിൻ്റെ ദേഹം പുറത്തുവിടുന്നുണ്ട്. ജനാഭിലാഷം നടപ്പാക്കുക എന്ന സങ്കല്പത്തെ എത്ര പരിഹാസത്തോടെയാണ് താൻ കാണുന്നത് എന്ന് അദ്ദേഹം പറയാതെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് പത്രസമ്മേളനത്തിലെ ആ ചോദ്യം തന്നെ പ്ലാൻഡ് ആയിരുന്നു എന്നാണ്. യുവജനതയുടെ ആഗ്രഹങ്ങളെ പ്രകടമാക്കുന്ന ഒരു ചോദ്യത്തോട് നമുക്കൊക്കെ സെറ്റാക്കാമെന്ന് മുൻ മുഖ്യമന്ത്രിക്ക് പതിവില്ലാത്ത പൂക്കിച്ചിരിയോടെ പ്രതികരിക്കുന്ന പുതിയ മുഖ്യമന്ത്രി, അത്രയേ അതിൽ PR ഏജൻസി ഉദ്ദേശിച്ചിരിക്കുകയുള്ളൂ. എന്നാൽ വെറും ചിരി കൊണ്ട് തൃപ്തി വരാതെ ഇല്ലാത്ത സ്ക്രിപ്റ്റ് വെച്ച് നവമുഖ്യൻ മറുപടി പറഞ്ഞു തുടങ്ങിയതോടെ ബാലെ പൊളിഞ്ഞു. അതിൽ ജനാഭിലാഷം നടപ്പിലാക്കുക എന്ന പോയിന്റിലെത്തിയപ്പോൾ അറിയാതെ ശരീരം വേണ്ടാത്ത കഥകളി മുദ്ര കാണിച്ച് ഉള്ളിലിരിപ്പ് പുറത്തു ചാടിച്ചപ്പോൾ മൊത്തത്തിലും തേഞ്ഞു. ഇതിലിപ്പോൾ പറയാനുള്ളത് പുതിയ മുഖ്യൻ്റെ പുതിയ ഏജൻസിയോടാണ്. പട്ടിക്ക് കൊടുക്കുന്ന ഭക്ഷണം കൊത്താൻ വരുന്ന കാക്കയോട് പോലും അനുതാപം കാണിക്കുന്ന കരുതൽ മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് ഇൻ്റർവ്യൂവിൽ പറയിപ്പിച്ച് സ്ഥാപിച്ചാലും അതൊക്കെ പ്രസംഗത്തിനിടെ വരുന്ന ഒരൊറ്റ ചോദ്യത്തോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന അബോധപൂർവമായ തനി നിറ പ്രതിഫലനം കൊണ്ട് പൊളിഞ്ഞു പോകും എന്നത് നമ്മുടെ സമീപകാല അനുഭവമാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ പണി ചെയ്യുമ്പോൾ പറയാനുള്ള വാക്കുകൾ മാത്രം പരിശോധിച്ച് ശരിപ്പെടുത്തിയാൽ പോരാ, വാക്കുകൾ പ്രക്ഷേപിപ്പിക്കുന്ന ശരീരത്തെയും ആ വാക്കുകൾക്കിടയിലെ മൗനത്തെയും പ്രതീക്ഷിക്കാത്ത വാക്കുകളോടുള്ള പ്രതികരണത്തെയും കൂടെ നിജപ്പെടുത്തേണ്ടിയിരിക്കുന്നു. കാരണം ശരീരഭാഷ ഒരു വല്ലാത്ത ഭാഷയാണ്. എത്ര വിദഗ്ധമായി കള്ളം പറഞ്ഞാലും പറയാതെ ബാക്കി വെച്ച സത്യത്തെ അബോധപൂർവമായി അത് പുറത്തുവിടുന്നു. കാലം സാക്ഷി, ചരിത്രം സാക്ഷി, സതീശൻ്റെ പത്രസമ്മേളനം സാക്ഷി. എന്തായാലും മലയാളിക്കിനി സ്വഖവ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കു ടി ദാസ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ അസ്വാഭാവികമായി എനിക്കൊന്നും തോന്നിയില്ല. ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ അങ്ങനെ ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യവുമില്ല. ഒരുപക്ഷെ അദ്ദേഹം അതൊന്നും ഉദ്ദേശിച്ചിരിക്കില്ല. ഇനി PR വർക്കൊക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പ് PR വർക്കൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അതിന് ശേഷം PR വർക്കൊക്കെ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല. എന്തായാലും സ്വതസിദ്ധമായിട്ടുള്ള ഒരു ചിരിയോടുകൂടിയാണ് സതീശൻ അത് പറഞ്ഞത്. എല്ലാ കാര്യങ്ങളെയും വിമർശന ബുദ്ധിയോടുകൂടി കാണാനും ചെയ്യുന്ന എല്ലാ എതിർഭാഗത്ത് നിൽക്കുന്നു എന്ന് കരുതി എല്ലാ പ്രവൃത്തികളെയും എതിർക്കാനും പോകുന്നത് അത് വളരെ അപകടമാണ്. അത് ഒരു നല്ല സമൂഹത്തിനും നല്ല വ്യക്തിക്കും ചേർന്നതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.